മലബാറിലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കീഴരിയൂർ ബോംബ് കേസിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ഡോക്ടർ കെ ബി മേനോൻ. മലബാറിലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കീഴരിയൂർ ബോംബ് കേസിന്റെ പ്രധാന നേതാവ് കെ ബി മേനോൻ. ജാതി വ്യവസ്ഥയുടെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നിനും അടിച്ചമർത്തപ്പെട്ട ജാതി ജനതയെ മോചിപ്പിക്കുവാൻ കഴിയില്ല എന്ന് ആരാണ് അഭിപ്രായപ്പെട്ടത്? അംബേദ്കർ. ജാതി വ്യവസ്ഥയുടെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നിനും അടിച്ചമർത്തപ്പെട്ട ജാതി ജനതയെ മോചിപ്പിക്കുവാൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെട്ടത് അംബേദ്കർ ആണ്. യുക്തിവാദം ഒരു മതമല്ല. യുക്തിയുടെ അടിസ്ഥാനത്തിൽ അറിവ് സ്വീകരിക്കാനുള്ള മനോഭാവമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദം ഒരു മതമല്ല. യുക്തിയുടെ അടിസ്ഥാനത്തിൽ അറിവ് സ്വീകരിക്കാനുള്ള മനോഭാവമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? സഹോദരൻ അയ്യപ്പൻ. നിയോ ഡിറ്റർമിനിസം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഗ്രിഫിയൻ ടെയ്ലർ. നിയോ ഡിറ്റർമിനിസം എന്ന ആശയം അവതരിപ്പിച്ചത് ഗ്രിഫിയൻ ടെയ്ലർ. ദക്ഷിണാഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒഴുകുന്ന സമുദ്രപ്രവാഹങ്ങൾ ഏതാണ്? ബെൻഗുല പ്രവാഹങ്ങൾ. ദക്ഷിണാഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒഴുകുന്ന സമുദ്രപ്രവാഹങ്ങൾ ബെൻഗുല പ്രവാഹങ്ങൾ. 10 ഡിഗ്രി ചാനൽ ഏതൊക്കെ ദ്വീപസമൂഹങ്ങളെയാണ് രണ്ട് ഗ്രൂപ്പുകളായി വേർതിരിക്കുന്നത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ. 10 ഡിഗ്രി ചാനൽ ഏതൊക്കെ ദ്വീപസമൂഹങ്ങളെയാണ് രണ്ട് ഗ്രൂപ്പുകളായി വേർതിരിക്കുന്നത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ. അളകനന്ദ ഭാഗീരഥി നദികൾ സംഗമിക്കുന്ന സ്ഥലത്തിന്റെ പേര്? ദേവപ്രയാഗ്. അളകനന്ദ ഭാഗീരഥി നദികൾ സംഗമിക്കുന്ന സ്ഥലത്തിന്റെ പേര്? ദേവപ്രയാഗ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചരക്ക് സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചരക്ക് സേവന നികുതി. ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റ് പങ്കാളികൾ എന്നിവരുടെ ഒരു സഹകരണ കൂട്ടായ്മയിലൂടെ അറിവും നവീകരണവും സംരംഭകത്വ പിന്തുണാ സംവിധാനവും സൃഷ്ടിക്കുന്നതിന് ഇത് ആരുടെ ലക്ഷ്യമാണ്? നീതി ആയോഗ്. ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റ് പങ്കാളികൾ എന്നിവരുടെ ഒരു സഹകരണ കൂട്ടായ്മയിലൂടെ അറിവും നവീകരണവും സംരംഭകത്വ പിന്തുണാ സംവിധാനവും സൃഷ്ടിക്കുന്നതിന് ഇത് ആരുടെ ലക്ഷ്യമാണ്? നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച എന്നത് എന്തായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച എന്നതായിരുന്നു. എനിക്ക് ഒരേ ഒരു സംസ്കാരം മാത്രമേ അറിയൂ, അതാണ് കൃഷി എന്ന പ്രസ്താവന ആരുടേതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. എനിക്ക് ഒരേ ഒരു സംസ്കാരം മാത്രമേ അറിയൂ, അതാണ് കൃഷി എന്ന പ്രസ്താവന ആരുടേതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പീലിന് പ്രത്യേക അനുമതി നൽകാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ഏതാണ്? ആർട്ടിക്കിൾ 136. അപ്പീലിന് പ്രത്യേക അനുമതി നൽകാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ഏതാണ്? ആർട്ടിക്കിൾ 136. റിപ്പഗ്നൻസി എന്ന സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന നിയമവും കേന്ദ്ര നിയമവും തമ്മിലുള്ള പൊരുത്തക്കേട്. റിപ്പഗ്നൻസി എന്ന സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന നിയമവും കേന്ദ്ര നിയമവും തമ്മിലുള്ള പൊരുത്തക്കേട്. സംസ്ഥാന ശിശു അവകാശ സംരക്ഷണ കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. സംസ്ഥാന ശിശു അവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർപേഴ്സണെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളും അവരുടെ സ്ഥാനങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ദിവസം മുതൽ 3 വർഷം തുടരണം. 3 വർഷം തുടരണം. സംസ്ഥാന ശിശു അവകാശ സംരക്ഷണ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും മറ്റു 6 അംഗങ്ങളുമുണ്ട്. ചെയർപേഴ്സണോട് ചേർത്ത് ടോട്ടൽ 7 പേരാണ് ഉള്ളത്. ഇപ്പോൾ സംസ്ഥാന ശിശു അവകാശ സംരക്ഷണ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും മറ്റ് 6 അംഗങ്ങളും ഉണ്ടാവണം. കമ്മീഷന്റെ സെക്രട്ടറിയാണ് സംസ്ഥാന കമ്മീഷന്റെ ശരിയായ നടത്തിപ്പിനും ദൈനംദിന കാര്യനിർവഹണത്തിനും ഉത്തരവാദിത്വം ഉള്ളത്. അപ്പോൾ സംസ്ഥാന ശിശു അവകാശ സംരക്ഷണ കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്. ഇത് പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ മാത്രമാണ്. സംസ്ഥാന ശിശു അവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർപേഴ്സണെ നിയമിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. ചെയർപേഴ്സണും മറ്റംഗങ്ങളും അവരുടെ സ്ഥാനത്തിൽ ജോലിക്ക് പ്രവേശിക്കുന്ന ദിവസം മുതൽ 3 വർഷം തുടരണം. അതായത് 3 വർഷമാണ് സംസ്ഥാനത്തുള്ളവരുടെ കാലാവധി. സംസ്ഥാന ശിശു അവകാശ സംരക്ഷണ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും മറ്റ് 6 അംഗങ്ങളും ഉണ്ടാവണം. ടോട്ടൽ 7 പേര്. കമ്മീഷന്റെ സെക്രട്ടറിയാണ് സംസ്ഥാന കമ്മീഷന്റെ ശരിയായ നടത്തിപ്പിനും ദൈനംദിന കാര്യനിർവഹണത്തിനും ഉത്തരവാദിത്തം ഉള്ളത്. ദുരന്ത നിവാരണത്തിനുള്ള അന്താരാഷ്ട്ര ദിനം എല്ലാ വർഷവും ആചരിക്കുന്നത് ഒക്ടോബർ 13. ദുരന്ത നിവാരണത്തിനുള്ള അന്താരാഷ്ട്ര ദിനം എല്ലാ വർഷവും ആചരിക്കുന്നത് ഒക്ടോബർ 13.
ബാരോമെട്രിക് റീഡിംഗിൽ പെട്ടെന്നൊരു താഴ്ചയുണ്ടായാൽ നമുക്ക് പ്രതീക്ഷിക്കാം. കൊടുങ്കാറ്റ്. ബാരോമെട്രിക് റീഡിംഗിൽ പെട്ടെന്ന് ഒരു താഴ്ചയുണ്ടായാൽ നമുക്ക് പ്രതീക്ഷിക്കാം. കൊടുങ്കാറ്റ്. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി പുരുഷ ടീം സ്വർണ്ണ മെഡൽ നേടി. ആ ഒളിമ്പിക്സിലെ ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. ഹോക്കി മാന്ത്രികൻ ധ്യാൻ ചന്ദ് 14 ഗോളുകൾ നേടി. അവസാന മത്സരത്തിൽ ഇന്ത്യ നെതർലൻഡ്സിനെയാണ് തോൽപ്പിച്ചത്. ഒളിമ്പിക്സിൽ ഹോക്കിയിലെ ആദ്യ ഇന്ത്യൻ മെഡലായിരുന്നു ഇത്. ഒളിമ്പിക്സിലെ ഹോക്കിയിലെ ആദ്യത്തെ മെഡൽ ഏത് വർഷമാണ് ലഭിച്ചത്? 1928 അപ്പോൾ 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി പുരുഷ ടീം സ്വർണ്ണ മെഡൽ നേടി. ആ ഒളിമ്പിക്സിലെ ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ്. 1. ഹോക്കി മാന്ത്രികൻ ധ്യാൻ ചന്ദ് 14 ഗോളുകളാണ് നേടിയത്. അവസാന മത്സരത്തിൽ ഇന്ത്യ നെതർലൻഡ്സിനെയാണ് പരാജയപ്പെടുത്തിയത്. ഒളിമ്പിക്സ് ഹോക്കിയിലെ ആദ്യ ഇന്ത്യൻ മെഡലായിരുന്നു അത്. വ്യാഴവട്ട സ്മരണകളുടെ രചയിതാവ് ബി. കല്യാണിയമ്മ. വ്യാഴവട്ട സ്മരണകളുടെ രചയിതാവ് ബി. കല്യാണിയമ്മ. വൺ ഹൂ ഡീൽസ് ഇൻ ക്ലോത്ത്സ് ആൻഡ് ക്ലോത്ത്സ് ഗുഡ്. ഡ്രാപ്പർ. വൺ ഹൂ ഡീൽസ് ഇൻ ക്ലോത്ത്സ് ആൻഡ് ക്ലോത്ത് ഗുഡ്സ്. ഡ്രാപ്പർ. The idiom pull yourself together means to calm down. The idiom pull yourself together means to calm down. സമപ്രാധാന്യമുള്ള രണ്ട് വ്യക്തികളുടെ നടുവിൽ ചേർക്കുന്ന ചിഹ്നം ഏതാണ്? ഭിത്തിക. സമപ്രാധാന്യമുള്ള രണ്ട് വ്യക്തികളുടെ നടുവിൽ ചേർക്കുന്ന ചിഹ്നം ഏതാണ്? ഭിത്തിക. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? നെപ്പോളിയൻ. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? നെപ്പോളിയൻ. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിപ്പിച്ച വർഷമേത്? 1865. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിപ്പിച്ച വർഷം 1865. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇരുമ്പും നിക്കലുമാണ്. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇരുമ്പ്, നിക്കൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്? ലിഗ്നൈറ്റ്. ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്? ലിഗ്നൈറ്റ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം നബാർഡ്. കാർഷിക മേഖലയുടെ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? RBI. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? RBI. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 104 ഭരണഘടനാ ഭേദഗതി. അപ്പൊ ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 104 ഭേദഗതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഇന്ത്യയിലെ നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഇന്ത്യയിലെ നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ഒരു കോടതിയും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951 തന്നെയാണ്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിലെ നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകൃതമായത് 1951 ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നൽകണം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നൽകണം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 15 അംഗങ്ങളാണുള്ളത്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ട്?
15 അംഗങ്ങളുണ്ട്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ജീവനി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ജീവനി. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡി ബ്രോഗ്ലി. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡി ബ്രോഗ്ലി. താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ആരാണ് ആ വ്യക്തി? അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലൻ. ഒന്നുകൂടെ നോക്കാം. സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ആരാണ് വ്യക്തി? അയ്യത്താൻ ഗോപാലൻ. തിതീർഷ, തരണം ചെയ്യുവാനുള്ള ഇച്ഛ. ആർക്കിടൈപ്പ് എന്നതിന്റെ മലയാളം ആദിപ്രരൂപം. എന്താണ്? ആദിപ്രരൂപം. A person who does not believe in and is strongly against accepted ideas, tradition, images, etc. Iconoclast. A person who does not believe in and is strongly against accepted ideas, traditions, images, etc. is known as iconoclast. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ തന്നെ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.